ടു ഇമ്പൾസ് നമ്മൾ നോക്കുന്നത് സോഷ്യൽ ആൻഡ് പ്രിവെന്റീവ് ഫാർമസിയുടെ നാഷണൽ ഹെൽത്ത് ഇന്റർവെൻഷൻ പ്രോഗ്രാംസ് ആണ്. സോ നമ്മൾ ഒരുപാട് പ്രോഗ്രാംസുകൾ പറയുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് മദർ ആൻഡ് ചൈൽഡ്. ഒരു അമ്മയ്ക്കും കുട്ടിക്കും കൊടുക്കേണ്ട പരിരക്ഷകൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഫാമിലി വെൽഫെയർ പ്രോഗ്രാംസ്, ടൊബാക്കോ കൺട്രോൾ ഓൾറെഡി അറിയാമല്ലോ, ടൊബാക്കോ കൺട്രോൾ നിങ്ങൾക്ക് അറിയാം, മലേറിയ പ്രോഗ്രാം നിങ്ങൾക്ക് അറിയാം. ആൻഡ് അത് മാത്രമല്ല പ്രായമായ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫോർ എൽഡർലി നിങ്ങൾക്ക് അറിയാം. അത് മാത്രമല്ല സോഷ്യൽ ഹെൽത്ത് പ്രോഗ്രാം അറിയാം. WHO ഇന്ത്യൻ നാഷണൽ പ്രോഗ്രാംസും നിങ്ങൾക്ക് അറിയാം. അതായത് ബേസിക്കലി WHO എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ പ്രോഗ്രാംസുകളിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ അവർ നമ്മളെ സഹായിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ ഇതൊക്കെ നമ്മുടെ പരസ്യങ്ങളിലും നമുക്ക് പൊതുവെ അറിയുന്ന കാര്യങ്ങളൊക്കെയാണ്. സോ നാഷണൽ ഇന്റർവെൻഷണൽ പ്രോഗ്രാം ഫോർ മദർ ആൻഡ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേറെ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, അമ്മയ്ക്ക് വേറെ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, ഈവൻ ന്യൂട്രീഷണൽ കൗൺസിലിംഗ് കൊടുക്കുക, ഫാമിലി പ്ലാനിങ്, ഇമ്മ്യൂണൈസേഷൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. 15 ഒക്ടോബർ 1997 ഇത് ലോഞ്ച് ചെയ്യുന്നത്. അമ്മയുടെയും കുഞ്ഞിന്റെയും മരണങ്ങൾ ഒഴിവാക്കുക അല്ലെങ്കിൽ മരണനിരക്ക് ഒഴിവാക്കുക, അവരുടെ മെറ്റേണിറ്റി ഹെൽത്ത് കൂട്ടുക, പിന്നെ അധികമായി പോപ്പുലേഷൻ കൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസവത്തിന് വേണ്ടിയിട്ടുള്ള പ്രിവെൻഷനും കൺട്രോളും, പ്രിവെൻഷൻ എന്നല്ല കൺട്രോൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതുമായിരുന്നു കേട്ടോ. സോ 1921 സ്റ്റാർട്ട് ചെയ്യുന്നത്. 31 പിന്നെ വെൽഫെയർ വരുന്നു, റെഡ് ക്രോസ് സൊസൈറ്റിയുമായിട്ട് വരുന്നു. 1938 എന്താണ് ഇന്ത്യൻ റിസർച്ച് ഫണ്ട് അസോസിയേഷൻ ഈ മരണനിരക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്റ്റഡീസ് കൊണ്ടുവരുന്നു. ഇനി അതിനുശേഷം 54 5 ഇയർ പ്ലാൻ കണ്ടിന്യൂ ചെയ്യുന്നു. BCG വാക്സിൻസ് എടുക്കണം അല്ലെങ്കിൽ വാക്സിൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആൻഡ് കമ്മിറ്റി, സ്കൂൾ ഹെൽത്ത് കമ്മിറ്റി രൂപീകരിക്കുന്നു 60കളിലും. 71 MTP ബില്ല് അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ പ്രഗ്നൻസി, അബോർഷന് വേണ്ടിയിട്ടുള്ള ബില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് 75 ICDS ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് ലോഞ്ച് ചെയ്യുന്നു. 79 വേൾഡ് ഹെൽത്ത് ഡേ, അതായത് ഹെൽത്തി ചൈൽഡ് എ ഷുവർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു തീം കൊണ്ടുവരുന്നു. 84 ചിൽഡ്രന്റെ ഹെൽത്ത് ടുമോറോ ഹെൽത്ത് എന്ന് പറയുന്ന തീം കൊണ്ടുവരുന്നു. 95 ICDS റീനെയിം ചെയ്ത് IMCD അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് മദർ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് കൊണ്ടുവരുന്നു. 96 ആക്ടുകൾ കൊണ്ടുവരികയും പൾസ് പോളിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നു. ഇത്രയും വർഷങ്ങൾ പഠിക്കാൻ പറ്റുമ്പോൾ ശ്രമിക്കുക, പറ്റുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് അറിയാം. കുട്ടികളുടെ മരണനിരക്ക് കുറയ്ക്കുക, പ്രീമച്വർ ബർത്ത് അതായത് നേരത്തെ എയർലി ബർത്ത് കുറയ്ക്കുക, ആൻഡ് ഹൈ റിസ്ക് ആയിട്ടുള്ളവർക്ക് അത് ഐഡന്റിഫൈ ചെയ്ത് പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കുക, കമ്മ്യൂണിക്കബിൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കുറയ്ക്കുക, ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ ഒബ്ജക്റ്റീവ് ആയിരുന്നത്. സോ അതിൻ്റെ കൂടെ തന്നെ എയ്ഡ്സ്, STD സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക, മാനേജ് ചെയ്യുക, ഫാമിലി പ്ലാനിങ് കൊണ്ടുവരിക, ഗ്രോത്ത് മോണിറ്ററിങ് കൊണ്ടുവരിക, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി കൊണ്ടുവരിക, എഡ്യൂക്കേറ്റ് ചെയ്യുക, ചൈൽഡ് സർവിലൻസ്, സേഫ് മദർഹുഡ് പ്രോഗ്രാം കൊണ്ടുവരിക, ഇവിടെ തന്നെ കൗൺസിലിങ്ങും ഇൻഫർമേഷൻസ് കൊടുക്കുകയും ഹെൽത്ത് കെയർ ഒക്കെ നോക്കുക എന്നുള്ളതാണ്. സോ മദർ ആൻഡ് ചൈൽഡ് ഹെൽത്ത് സർവീസിനകത്താണ് ഫസ്റ്റ് വൺ ഈസ് ആന്റിനന്റൽ കെയർ സർവീസ്. ഇവിടെ അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. അവിടെ അമ്മയുടെ ആരോഗ്യം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഇൻട്രാനെറ്റൽ സർവീസ്, അതായത് ചൈൽഡ് ബർത്ത് സമയത്ത് വിമന് കൊടുക്കേണ്ട കാര്യങ്ങൾ. ആൻഡ് പോസ്റ്റ് നാറ്റൽ ഡെലിവറിക്ക് ശേഷം. ആൻഡ് നിയോ നാറ്റൽ കുഞ്ഞു ജനിച്ച് 24 മുതൽ 48 മണിക്കൂറിനകത്ത് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ. അതായത് അവർക്ക് ഈ എപ്പോഴും ഒരു കുഞ്ഞിന് 24 മുതൽ 48 മണിക്കൂർ ക്രൂഷ്യലാണ്, മരണം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ആ സമയത്തുള്ള കാര്യങ്ങൾ. ആൻഡ് എയർലി നിയോനീറ്റൽ ട്രീറ്റ്മെൻറ്റ്, അതായത് ഈവൻ ഇമ്മ്യൂണൈസേഷൻ, ബ്രസ്റ്റ് ഫീഡിങ്, ഗ്രോത്ത് ഡെവലപ്മെൻറ്റ്, ഹൈജീൻ എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്, ഇതിലൊന്നും അറിയാത്തതായിട്ടൊന്നും ഇല്ല. നമുക്ക് ജസ്റ്റ് ആ ഒരു പേര് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം നാഷണൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം 1953 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് വൺ ഓഫ് ദ ഫസ്റ്റ് കൺട്രിയാണ് കേട്ടോ ടു ലോഞ്ച് ദിസ് പ്രോഗ്രാം. സിൻസ് 1996 ഫാമിലി ഹെൽത്ത് പ്ലാനിംഗ് പ്രോഗ്രാം എന്ത് ചെയ്തു, നമ്മൾ അപ്രോച്ച് ചെയ്തു. അത് പക്ഷേ ആ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം എന്ന് പറയുന്നത് ബർത്ത് കൺട്രോളുമായി ഒരുപാട് ബന്ധമുണ്ട് കേട്ടോ. സോ കമ്മ്യൂണിറ്റി നീഡ് അസസ്മെന്റ് അപ്രോച്ച് കൊണ്ടുവന്നു അല്ലെങ്കിൽ റീനെയിം ചെയ്തു എന്നുള്ളതാണ് 1997 തന്നെ. സോ പോപ്പുലേഷൻ ഗ്രോത്ത് കുറയ്ക്കുക, കുട്ടികളുടെ മരണനിരക്ക് കുറയ്ക്കുക, വേണ്ടാത്തുള്ള ജനനം കുറയ്ക്കുക, അബോർഷൻസ്, അൺസേഫ് അബോർഷൻസ് പ്രിവെന്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് തന്നെയായിരുന്നു. ആൻഡ് കോൺട്രാസെപ്റ്റീവ്സ്, കോണ്ടം പോലുള്ള മാലാഡി, UD പോലുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡുകൾ ഇംപ്ലിമെന്റ് ചെയ്യുക. സോ മെത്തേഡ് ഓഫ് ഫാമിലി പ്ലാനിങ്ങിൽ ഫസ്റ്റ് വൺ ഈസ് നാച്ചുറൽ മെത്തേഡാണ്. സോ നാച്ചുറൽ മെത്തേഡിലാണെങ്കിൽ കലണ്ടർ മെത്തേഡ്, സേഫ് പീരിയഡ് മെത്തേഡ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ അറിയാം, ഒരു അമ്മയ്ക്ക് അറിയാം
ഞാൻ എപ്പോഴാണ് പീരീഡ്സ് ആവുക, ഈ പീരീഡ്സിൻ്റെ ആദ്യത്തെ ഏത് ഭാഗത്ത് ഇൻ്റർകോഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെക്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആവില്ല, അത് നാച്ചുറൽ മെത്തഡാണ്. പിന്നെ ലാക്ടേഷൻ കൊടുക്കുക, അത് ലാക്ടേഷൻ ഒരു നാച്ചുറൽ ഒരു പ്രിവെൻറ്റീവ് മെത്തഡാണ്. ആൻഡ് മെക്കാനിക്കൽ മെത്തഡാണ് കോപ്പർ ടീ, ഡയഫ്രം, കോണ്ടം പോലുള്ളത് ഉപയോഗിക്കുക. ആൻഡ് ഹോർമോൺ മെത്തഡ് ഉണ്ട്, ഓറൽ പിൽസ്, ഇഞ്ചെക്റ്റബിൾ കോൺട്രാസെപ്റ്റീവ്സ്. ഇഞ്ചെക്റ്റബിൾ ഒന്നും ആരും പ്രിഫർ ചെയ്യാറില്ല, പക്ഷേ എടുക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ആൻഡ് സർജിക്കൽ മെത്തഡിലാണെങ്കിൽ വാസ്റ്റക്ടമി, ട്യൂബെക്ടമി. സോ ഇമ്പാക്റ്റ് പറയുവാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഉപയോഗം ഉണ്ടായിരുന്നു. അതായത് മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞു, ബർത്ത് റേറ്റ് കുറഞ്ഞു, ഡെത്ത് റേറ്റ് കുറഞ്ഞു എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാല്യൂ പഠിക്കാം, ഇല്ലെങ്കിൽ പഠിക്കാതെ ഇരിക്കാം. കാരണം വാല്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ വർഷം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ വേണമെങ്കിൽ വാല്യൂ ജസ്റ്റ് റെഫറൻസ് ആയിട്ട് നോക്കി പോവാം. ആൻഡ് ഇമ്മ്യൂണൈസേഷൻ കവറേജ് ഉണ്ടായിരുന്നു. ആൻഡ് സെക്സ് റേഷ്യോ ആണെങ്കിൽ റെഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഇതൊക്കെ പണ്ടുള്ള വാല്യൂവും കണക്കുമാണ്. ഇപ്പോഴൊന്നും ആ വാല്യൂ ഒന്നും നമുക്ക് ഇല്ല, വാല്യൂ ഒക്കെ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ ഇസ് നാഷണൽ ടൊബാക്കോ കൺട്രോൾ പ്രോഗ്രാമാണ്. നമുക്ക് ഓൾറെഡി അറിയാം ക്യാൻസർ, ലങ്സ് ഡിസീസ്, കാർഡിയോവാസ്കുലർ ഡിസീസ് ഒക്കെ നമുക്ക് ഇന്ത്യയിൽ ഭയങ്കര കൂടുതലാണ്. ആൻഡ് സെക്കൻഡ് ലാർജർ പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ ഓഫ് ടൊബാക്കോ എന്ന് വെച്ചാൽ ഇന്ത്യയാണ് കേട്ടോ. അത്രയും നമ്മളെ ഞെട്ടിക്കുന്ന കാര്യമാണ്. ഇന്ത്യയിൽ അത്രയ്ക്കും വിൽപ്പനയും ഉപയോഗവും നടക്കുന്നുണ്ട്. മെയ് 2003 ഗവൺമെൻറ് നാഷണൽ ടൊബാക്കോ കൺട്രോൾ ആക്ട് പാസ് ചെയ്യുന്നത്. അവിടെ പബ്ലിക് സ്പേസിൽ പുകവലിക്കാതിരിക്കുക, 18 വയസ്സിന് താഴെയുള്ളവർക്ക് സിഗരറ്റ് ഒന്നും ഉപയോഗിക്കാൻ കൊടുക്കാൻ പാടില്ല. ആൻഡ് സിഗരറ്റ് പാക്കുകളൊന്നും വെറുതെ ഇഷ്ടമുള്ള രീതി കൊടുക്കാൻ പാടില്ല. പുറത്ത് നിർബന്ധമായിട്ടും ഹെൽത്ത് വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ പ്രൊഹിബിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പ്രൊഹിബിറ്റ് ചെയ്യുക. ഈവൻ അത് അഡ്വർടൈസ്മെന്റ് ആണെങ്കിൽ പോലും. നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന അഡ്വർടൈസ്മെന്റ് കണ്ടുണ്ടോ? ഇല്ല അല്ലേ? അതുമാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലിനടുത്തൊന്നും ഈ സാധനങ്ങൾ വിൽക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. സോ അവയർനെസ് കൊടുക്കുക, മാക്സിമം ഉപയോഗം ഒഴിവാക്കുക, ആൻഡ് ഹെൽത്തി ലൈഫ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ടൊബാക്കോ യൂസ് ചെയ്താൽ അറിയാൻ നിങ്ങൾക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ടാകുന്നു, ത്രോട്ട് ക്യാൻസർ, ഓറൽ ക്യാൻസർ, ലങ് ക്യാൻസർ ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ട്യൂബർക്കുലോസ് ഉണ്ടാകുന്നു. സോ ഇവിടെയാണ് NTCP അല്ലെങ്കിൽ 3 ടയർ സ്ട്രക്ചർ കൊണ്ടുവരുന്നത്. അത് സെൻട്രൽ ലെവലിൽ NTCC നാഷണൽ ടൊബാക്കോ കൺട്രോൾ സെല്ലും, സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് ടൊബാക്കോ കൺട്രോൾ സെൽ അല്ലെങ്കിൽ STCC, ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ ഡിസ്ട്രിക്ട് ടൊബാക്കോ കൺട്രോൾ സെൽ DTCC. അതായത് സെൻട്രൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ ഈ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്ത കാര്യമാണ് പറയുന്നത്. പറ്റുവാണെങ്കിൽ ഈ ഒരു പടമൊക്കെ വരച്ചു വെച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്കൊക്കെ കിട്ടും കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് നാഷണൽ മലേറിയ പ്രോഗ്രാം. ഓൾറെഡി മലേറിയ നിങ്ങൾ പഠിച്ചതാണ്, അപ്പോൾ ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല. എന്താണ് മലേറിയ അല്ലെങ്കിൽ എവിടെ നിന്നാണ് മലേറിയ ഉണ്ടാവും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. വൈവാക്സ്, പാൽസിപ്പാരോ ഒക്കെ അറിയാം. സോ മലേറിയ നമുക്കൊരു സീരിയസ് പ്രോഗ്രാമാണ്. ഈ സ്ലം പോലുള്ള ഏരിയകളിലൊക്കെ ഡെത്ത് ഒക്കെ 0.8 മില്യൺ ഡെത്ത് ആനുവലി എന്നാണ് പറയുന്നത് കേട്ടോ. ഇന്ത്യയിൽ തന്നെ 75 മില്യൺ കേസൊക്കെയാണ് പറയുന്നത്. സോ എയിം വെച്ചാൽ അറിയാലോ, ആൻറ്റിമലർ ഡ്രഗുകൾ കൊടുക്കുക, മോർട്ടാലിറ്റി കുറയ്ക്കുക, മോർബിഡിറ്റി കുറയ്ക്കുക, മലേറിയ റിലേറ്റഡ് ആയിട്ടുള്ള അനീമിയ കേസ് കുറയ്ക്കുക. കാര്യം അറിയാലോ, മലേറിയ പോയിട്ട് RBC നിൽക്കുന്നു, RBC പൊട്ടുന്നു, ആ പരിപാടിയൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ മാക്സിമം നമ്മൾ ഈ മലേറിയ എന്ന് പറയുന്ന സംഭവത്തിനെ ഒഴിവാക്കേണ്ട അത്യാവശ്യമായിരുന്നു. കൺട്രോൾ ചെയ്യുക, അർബനിലൊക്കെ ഈ വെക്ടറിൻ്റെ ട്രാൻസ്മിഷനൊക്കെ കുറയ്ക്കുക എന്നുള്ളതാണ്. സ്ട്രാറ്റജി വെച്ചാൽ നമുക്ക് നേരത്തെ അറിയുക, ഇതുണ്ടോ ഇല്ലെന്ന് അറിയുക, കൺട്രോൾ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, DBT പോലുള്ള സ്പ്രേസ് ഒക്കെ ഉപയോഗിക്കാം. എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ്, അതായത് വെള്ളം കെട്ടി കിടക്കുന്നത് ഒഴിവാക്കുക, ആൻഡ് മോണിറ്റർ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഈ ഒരു ഫങ്ഷണൽ ഔട്ട്കം എന്ന് വെച്ചാൽ നമുക്ക് തുടക്കത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു. കാര്യം പേഷ്യൻസിന് മലേറിയ വരുന്ന അളവ് കുറഞ്ഞിരുന്നു. സോ NMCP ട്രാൻസ്ഫോം ചെയ്ത് NMEPI, അത് എറാഡിക്കേഷൻ പ്രോഗ്രാമിലാണ്. 1980 എറാഡിക്കേറ്റ് ചെയ്യുന്നതിലേക്ക് മാറി. സോ എറാഡിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ഫൈനൽ ഫേസിലാണ് ഇരിക്കുന്നത് കേട്ടോ. സോ മലേറിയ ഡെത്തും കേസുകളൊക്കെ ഒരുപാട് കുറഞ്ഞു. ആൻഡ് മോഡിഫൈഡ് പ്ലാൻ ഓഫ് ഓപ്പറേഷൻ MPO ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയാണ് മോർബിഡിറ്റി, മോർട്ടാലിറ്റി കുറഞ്ഞത് കേട്ടോ. 1997 നാഷണൽ ആൻറ്റി മലേറിയ പ്രോഗ്രാം NAMP റീനെയിം ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് നാഷണൽ പ്രോഗ്രാം ഫോർ ഹെൽത്ത് കെയർ ഫോർ എൽഡർലി. സോ മലേറിയ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അത് നിങ്ങൾ എഴുതുക. അതിൻ്റെ കൂടെ ഈ ഫങ്ഷണൽ ഔട്ട്കം കൂടെ എഴുതി വേണം പോകാൻ. കാര്യം ഇത് കുറവാണ്, നമുക്ക് നാഷണൽ മലേറിയ പ്രോഗ്രാം അധികമായിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല എന്നുള്ളത് കൊണ്ടാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് NPHCE. എന്താണ്? അതായത് ഈ എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നു. സെക്കൻഡ് ലാർജ് എൽഡർലി പോപ്പുലേഷൻ ഉള്ളത് ഇന്ത്യയിലാണെന്നുള്ളതാണ്. അത് 2010 പറയുന്ന MOHFW പ്രകാരം ഉള്ളതാണ്. ഇതൊക്കെ ഇപ്പോൾ മാറണമെന്ന് അറിയില്ല. ആൻഡ് 80% ബൈ സെൻട്രൽ ഗവൺമെൻറ്, 20% ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ടിങ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഏകദേശം ടോട്ടൽ ഫണ്ടിങ് 288 crore ഒക്കെയാണ് പറയുന്നത്. പക്ഷെ അതിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. ഇതൊക്കെ പണ്ടത്തെ കണക്കുകളാണ്.
സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, ഫണ്ടിങ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ആണ്, ഡിഗ്രിക്കാർക്ക് എഴുതാം. സോ കോമ്പറ്റേറ്റീവ് എക്സാംകാർ ശ്രദ്ധിക്കുക, ഒരിക്കലും നമുക്ക് ഈ ഒരു കണക്കൊന്നും പക്കയൊന്നും അല്ല, ബിക്കോസ് അത് മാറിക്കൊണ്ടിരിക്കും, വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ അഫോർഡബിളും ആക്സസിബിളും ഹൈ ക്വാളിറ്റി ലോങ് ടേം കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും ഈവൻ സർവീസുകൾ അവർക്ക് കിട്ടുക എന്നുള്ളതാണ് മേജർ എന്ന് പറഞ്ഞാൽ. അവിടെയാണ് ആയുഷ്, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, NRHMൻ്റെ ഒക്കെ വരുന്നത്. നിങ്ങൾക്കറിയാം, OP-ലൊക്കെ ചെന്നാൽ 60 വയസ്സുകാർക്ക് സെപ്പറേറ്റ് OP ആണ്, അല്ലെങ്കിൽ 60 വയസ്സുകാർക്കൊക്കെ ഇരിക്കാനുള്ള ബസ്സിൽ സീറ്റൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഈവൻ റീഹാബിലിറ്റേഷൻ, പ്രിവെൻഷൻ, പ്രൊമോഷൻ എല്ലാം അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ. സോ ഔട്ട്കം എന്ന് വെച്ചാൽ ഈ CHC, PHC അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് സെൻറ്റേഴ്സിലൊക്കെ നമ്മൾ ഹോം വിസിറ്റുകൾ കൊണ്ടുവരിക, അവരുടെ ആവശ്യങ്ങൾ നോക്കുക. ഈവൻ നമുക്ക് 10 ബെഡഡ് ജെറിയാട്രിക് വാർഡ്സുകൾ പോലും നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഡെഡിക്കേറ്റ് മീൻസ് അവിടെ ഉണ്ടെന്നുള്ളതാണ്, അവർക്ക് വേണ്ടി സെപ്പറേറ്റ് വാർഡൊക്കെ ഉണ്ടെന്നുള്ളതാണ്. സോ പ്രൊമോട്ടീവ് കെയേഴ്സും പ്രിവെൻഷനും കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അവർക്ക് അവരുടെ ക്ലിനിക് ബേസ് ചെയ്തൊക്കെ അവർക്ക് നല്ല ഹെൽത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓൺ ഹ്യൂമൻ ഹെൽത്തിലാണ് നമുക്കറിയാമല്ലോ, സ്ട്രക്ചറൽ, കൾച്ചറൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ. സോ ഹെൽത്ത് എന്ന് വെച്ചാൽ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് ലൈക്ക് ക്യാൻസർ, ഡയബറ്റീസ്, കാർഡിയോവാസ്കുലർ, സ്ട്രോക്ക്, ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അസുഖങ്ങൾക്കും ഒക്കെ ഉള്ള നമ്മൾ ഒരുപാട് പ്രോഗ്രാംസുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് ഒരുപാട് രീതി നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം 30 മുതൽ 70 വയസ്സുള്ള ആൾക്കാർക്കൊക്കെ NCD അല്ലെങ്കിൽ എന്താണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിട്ടുള്ള ഈ ക്രോണിക് ഡിസീസ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡിസീസ്, ഡയബറ്റീസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഡയബറ്റീസ് ഉപയോഗിക്കുക, ആൽക്കഹോൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഹൈ ഒബീസിറ്റി, ബ്ലഡ് പ്രഷർ, ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാംസുകൾ കമ്പൈൻ ചെയ്ത് എഴുതാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ പ്രോഗ്രാംസിൽ അത് നമുക്ക് ഇവിടെ എഴുതാം. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം ഇന്ത്യ എന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഇത്രയും പഠിച്ച പ്രോഗ്രാംസുകളെ ഒരുമിച്ച് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് എഴുതി വെക്കാം എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ഫ്ലൂറോസിസ് ആണ്. സോ ഫ്ലൂറോസിസ് എന്ന് പറഞ്ഞാൽ അധികം നമുക്ക് കുറവാണ്, എന്നാലും നമുക്ക് പഠിക്കണം. സോ ഫ്ലൂറോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ കൂടെയൊക്കെ അല്ലെങ്കിൽ വെള്ളം ഒക്കെ കുടിക്കുമ്പോൾ അധികം ഫ്ലൂറിനൊക്കെ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് ഫ്ലൂറോസ് ഉണ്ടാവും. നമ്മുടെ ഡെന്റൽ ഫ്ലൂറോസിസ്, സ്കെൽറ്റൽ ഫ്ലൂറോസിസ്, നോൺ സ്കെൽറ്റൽ ഫ്ലൂറോസിസ് ആണ് ഉണ്ടാവുന്നത്. സോ ഇത് കുഞ്ഞു കുട്ടികളെയൊക്കെയാണ് ബാധിക്കുക. അപ്പോൾ നമ്മുടെ വെള്ളത്തിൽ ഫ്ലൂറിൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെന്റലിൽ അല്ലെങ്കിൽ പല്ലിൽ ഫ്ലൂറോസ് ഉണ്ട്, ഒരു മഞ്ഞ കളറൊക്കെ വന്നിട്ട് പൊടിഞ്ഞൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇത് 11-5 ഇയർ പ്ലാൻ പ്രോഗ്രാം 2008 മുതൽ 9 വരെയുള്ള 11-5 പ്ലാൻ പ്രോഗ്രാം ആയിരുന്നു. സോ ഫ്ലൂറോസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. സോ ഇത് നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡേറ്റ് ഒന്നും ഇല്ല, ഇത്രയേ ഉള്ളൂ, അതിനകത്ത് അധികമൊന്നും ഇല്ല കേട്ടോ. സോ നിങ്ങൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ എന്താണ്, ഫ്ലൂറോസിസ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഫ്ലൂറോസിസ് എന്ന് എഴുതിയിട്ട് 3 ടൈപ്പ് ഓഫ് ഫ്ലൂറോസിസ് ഉണ്ടെന്ന് എഴുതുക. ആൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും കുറയ്ക്കുക എന്നുള്ളതാണ്. ഫ്ലൂറോസ് അധികം ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഞാനൊരു നോട്ടും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തേക്കാം, കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ബേൺ ഇഞ്ചുറി ആണ്. ബേൺ ഇഞ്ചുറി നിങ്ങൾക്ക് അറിയാം അല്ലേ, അതായത് ബേൺ അധികമായി വന്ന് ആൾക്കാർ മരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടെന്നുള്ളതാണ്. സോ ബേൺ ഡെത്ത്, എക്സസീവ് മലേറിയ ആൻഡ് ട്യൂബർക്കുലോസിസ് ഡെത്ത്. സോ നാഷണൽ പ്രോഗ്രാം ബേൺ ഇഞ്ചുറീസിന് വേണ്ടിയിട്ട് മാത്രമാണ്. സോ അറിയാം, ഈ ഡൽഹി ഹോസ്പിറ്റലിലൊക്കെ 1.4 lakh പീപ്പിൾസ് ഒക്കെയാണ് ബേൺ ഇഞ്ചുറി കൊണ്ട് മാത്രം ആൾക്കാർ മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഡിക്വേറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവരുടെ മരണനിര കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. സോ പൈലറ്റ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പ്രോഗ്രാംസ് PPVI എന്ന് പറയും, അതായത് മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ പൈലറ്റ് പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ. പൈലറ്റ് പ്രോഗ്രാം എന്താണ് അർത്ഥം, അതായത് നമ്മൾ ഇപ്പോൾ നോർമലി ഒരു പ്രോഗ്രാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോളൂ, അപ്പോൾ അതിനിടയിൽ നമ്മൾ വേറൊരു സംഭവം കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്കം കയറി കൂടുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള പ്രോഗ്രാംസ് കൊണ്ടുവരികയും അതിൻ്റെ ഭാഗമായിട്ട് 60 മെഡിക്കൽ കോളേജുകളിൽ ബേൺ യൂണിറ്റ്സുകൾ കൊണ്ടുവന്നു. ആൻഡ് 7 ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലൊക്കെ ബേണിംഗ് യൂണിറ്റ്സ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇനി WHO ചോദിക്കുക എന്താണ് ഇത്ര വലിയ പ്രാതിനിധ്യം. സോ WHO ആണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. എല്ലാം നമ്മളെ പബ്ലിക് ഹെൽത്ത് ഇനിഷ്യേറ്റീവ്സിന് എല്ലാത്തിനും കാരണം WHO ആണ്. അവരാണ് കൺട്രോൾ ചെയ്യുക. ഈവൻ മെറ്റേണിറ്റി ഹെൽത്ത്, കുഞ്ഞുങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളിൽ മെറ്റേണിറ്റി ഹെൽത്ത് അല്ലെങ്കിൽ എൽഡർലി ഹെൽത്തിനൊക്കെ WHO ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പ്രോഗ്രാംസിനെ പറ്റി ഒന്നും കൂടെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് നോട്ടുകൾ അധികമായിട്ട് കുറവുള്ളത് ഫ്ലൂറിനുള്ള നോട്ട് കുറവാണ്, പിന്നെ നമുക്ക് ഏതിനാണ് കുറവുള്ളത്, ബേണിനും കുറവാണ്. സോ നമുക്ക് ഇതാണ് ബേസിക് തിങ്, ഇത് നമുക്ക് എന്തെങ്കിലും പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അധികം കോമൺ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് നോട്ട് ഞാൻ ആഡ് ചെയ്തേക്കാം, നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കയറ്റുക. അങ്ങനെ ചോദിക്കത്തില്ല, ചാൻസ് കുറവാണ്, എന്നാലും ചോദിച്ചാൽ നമുക്ക് എഴുതേണ്ട ആവശ്യം ഉണ്ടെന്നുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ, ഒരു സിമ്പിൾ ക്ലാസ് ആണ്, അധികം ടൈം എടുക്കില്ല, കാര്യം നിങ്ങൾക്ക് അറിയുന്ന കുറേ കോമൺ കാര്യമാണ്. നന്നായിട്ട് ക്ലാസ് കേൾക്കുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.